10/10/2025 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള ഒരു പരാമർശനം നടത്തുകയുണ്ടായി. ആ പരാമർശനത്തിനെതിരെയാണ് വഖഫ് ബോർഡ് വഖഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തത്. പക്ഷേ അതിന് പകരം അതാണ് സ്റ്റേ ചെയ്തത്, ആ പരാമർശനം സ്റ്റേ ചെയ്തു. കാരണം കീഴ്ക്കോടതി ട്രൈബ്യൂണലിൽ ഒരു കേസ് നടക്കുമ്പോൾ മേൽക്കോടതിയായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞാൽ അത് ട്രൈബ്യൂണൽ അതേപടി അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. പക്ഷെ അതിന് പകരം വഖഫ് ബോർഡ് ചെയർമാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് പ്രസ്താവിക്കുകയുണ്ടായി, മുനമ്പം ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ നിയമപരമായി ഉത്തരവാദിത്വമില്ലാത്ത പൊസിഷനിൽ ആ പൊസിഷൻ ഉപയോഗിക്കുന്നതിൽ ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠനം നടത്തുകയും ചെയ്യാത്ത ആ വഖഫ് ബോർഡ് ചെയർമാനെയും ഈ വഖഫ് ബോർഡിനെയും നിയമവിരുദ്ധമായി മുനമ്പം വസ്തു വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്ത ആ ബോർഡിനെയും പിരിച്ചുവിടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ മുന്നേറ്റവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡ് തന്നെയാണ് ഇപ്പോൾ വഖഫ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭൂമി ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പൊസഷൻ ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശമുള്ളപ്പോൾ എങ്ങനെ ഉമീദ് പോർട്ടലിൽ ഇത് ചേർക്കാൻ സാധിക്കും? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് പുതിയതായി നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തിൽ അവർ പറഞ്ഞിരുന്നതെല്ലാം തന്നെ ഒരു കാരണവശാലും തർക്കവിഷയമുള്ള കേസായി നടക്കുന്ന ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ രജിസ്ട്രേഷൻ തട്ടിപ്പാണ്. അതുകൊണ്ട് നിയമപരമായി ചെറിയ സാങ്കേതികത്വം ഉണ്ടെങ്കിലും ഉടനടി തന്നെ മുനമ്പം വിഷയത്തിൻ്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്നാണ് ഇന്നിപ്പോൾ ഞങ്ങളോട് കൊച്ചി MLA-യും DCC പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസ് സാറും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഇന്നലെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അഭിമന്യ പിതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അവരോടെല്ലാം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും പാലിക്കാൻ പോവുകയാണ്. അത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഏറെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇല്ല, അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം ഉടനെ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിയമപരമായിട്ട് എല്ലാ ഇടപെടലുകളും ഉണ്ടാകും. ഇപ്പോൾ സംസാരിച്ചതിലും ആദ്യമായിട്ട് റവന്യൂ അവകാശങ്ങൾ ഉടനെ തന്നെ വീണ്ടും പുനഃസ്ഥാപിക്കും. അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ വാക്ക് നൽകിയിരിക്കുന്നത്. ഇല്ല, പോക്കുരവും അതുപോലെ തന്നെ പൊസഷൻ മറ്റുള്ള റവന്യൂ അവകാശം ഞങ്ങൾക്ക് ലഭിച്ചില്ല. കാരണം സുപ്രീം കോടതിയിലുള്ള സ്റ്റേ ഓർഡറാണ്. ഏതായാലും അത് ഉടനെ തന്നെ ഞങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ 2019 ആദ്യമായിട്ട് നിയമവിരുദ്ധമായിട്ടാണ് ഈ വഖഫ് ബോർഡ് ഈ രജിസ്റ്ററിൽ ആസ്തിപ്പട്ടിയിൽ ചേർത്തത്. അന്ന് റവന്യൂ ബോർഡിന് ഒരു ലെറ്റർ അയച്ചാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. തീർച്ചയായിട്ടും അന്ന് നിയമപ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം നിയമപ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പുതിയ ഗവൺമെൻറ് അതിൻ്റെ എല്ലാ വഴികളും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പഴുത് അടച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം തികയാൻ പോകുന്നു ഞങ്ങളുടെ റവന്യൂ അവകാശം വഖഫ് ബോർഡ് കവർന്നെടുത്തിട്ട്. അതിനെ സംബന്ധിച്ച് കേസുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. രാമേന്ദ്രൻ സാർ കമ്മീഷൻ വന്നു, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. ഹൈക്കോടതി ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. സമൂഹം മുഴുവനും വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ നിലപാടും ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് സ്വയം മുത്തവല്ലിയായി അഭിനയിച്ചുകൊണ്ട് ഇത് റൈസിലോട്ട് കയറ്റിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുനീതിയാണ് ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ ചെയ്തത്. ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ ഈ അക്രമമാണ് അദ്ദേഹം കാണിച്ചത്. ഉഗാണ്ടയിൽ പോലും ഇഥിയോപ്യൻ പോലും ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം ചെയ്തത് വലിയ തെറ്റാണ്. അദ്ദേഹം ഈ സുപ്രീം കോടതിയിൽ ഇത് വഖഫ് ഭൂമി അല്ലാന്ന് ഒരു വാക്കുപയോഗിച്ചിട്ടുണ്ട്. അത് കോർട്ട ലക്ഷ്യമാണ്. അങ്ങനൊരു സംഭവമില്ല. സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞതിനെതിരെ അവർ സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള മണ്ടന്മാരെല്ലാം വഖഫ് കോടതിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവരെ ഇതിൽ നിന്ന് പുറത്താക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനം എന്ന് പറഞ്ഞാൽ
ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തുകൊണ്ട് വഖഫ് ബോർഡിനെ അറിയിക്കുക, കേസ് പിൻവലിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.